അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളൊക്കെ നല്ല രീതിയിൽ വളരണം എന്നാണ് നമ്മുടെ ഒക്കെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത്. ഓരോ മക്കളുടെയും സ്വഭാവത്തിൽ പല രീതിയിൽ വ്യത്യാസം ഉണ്ടാവും. ചില മക്കൾ നല്ല പെരുമാറ്റവും നല്ല സ്വഭാവം ഉണ്ടാവും, വാശിയില്ലാത്ത വികൃതിയില്ലാത്ത മക്കളുണ്ടാവും. എന്നാൽ ചിലരുടെ കേസിലാണെങ്കിലോ കുറുമ്പും വാശിയും ഒക്കെ ഉള്ള മക്കളുണ്ടാവും, അനുസരണയില്ലാത്ത മക്കളുണ്ടാവും. മക്കളിൽ നല്ല അനുസരണയും അതുപോലെ തന്നെ നല്ല സ്വഭാവം ഉണ്ടാവാനും മറ്റുള്ളവരുമായിട്ട് നല്ല സൗമ്യമായി പെരുമാറാനും ഒക്കെ വേണ്ടിയിട്ടുള്ള 2 ദിക്റാണ് നമ്മളിന്ന് പറയുന്നത്. ഈ ഒരു ദിക്റ് ചൊല്ലുന്നതിലൂടെ മക്കളിലൊക്കെ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. ഒന്നാമതായി പറയുന്നത് അവരുടെ വാശിയൊക്കെ മാറിയിട്ട് നല്ല മിടുക്കന്മാരും മിടുക്കികളായൊക്കെ തീരും. രണ്ടാമതായിട്ടാണെങ്കിലോ മക്കൾ നല്ല മക്കളായിത്തീരും, സൽസ്വഭാവിയായിത്തീരും, നല്ല സ്നേഹമുള്ള മക്കളായിത്തീരും. അതുപോലെ തന്നെ ഈ ഒരു ദിക്റ് ചൊല്ലുന്നതിലൂടെ മക്കൾ നല്ല ഉന്നതിയിലെത്താനും മക്കളുടെ ജീവിതത്തിലൊക്കെ നല്ല ഉയർച്ചയിലെത്താനും ഒക്കെ സാധിക്കുന്നതാണ്. ഏതാണ് ആ ദിക്റ്? യാ മുത്തകബ്ബിറു യാ അല്ലാഹ്. ഒന്നാമതായി പറയുന്ന ദിക്റ് യാ മുത്തകബ്ബിറു യാ അല്ലാഹ്. ഈ ഒരു ദിക്റ് നമ്മൾ 662 തവണയാണ് ചൊല്ലേണ്ടത്. യാ മുത്തകബ്ബിറു യാ അല്ലാഹ് എന്ന ദിക്റ് 662 തവണ. രണ്ടാമതായി പറയുന്നത് യാ ലത്തീഫു യാ അല്ലാഹ്. യാ ലത്തീഫു യാ അല്ലാഹ് എന്ന ദിക്റ് 129 തവണ വീതം ചൊല്ലുക. ഈ 2 ദിക്റും നമ്മൾ രാത്രിയിലാണ് ചൊല്ലേണ്ടത്. ഉറങ്ങുന്നതിന് മുമ്പ്, മക്കൾ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഈ 2 ദിക്റ് നമ്മൾ ചൊല്ലി മന്ത്രിച്ച് മക്കൾക്ക് കൊടുക്കുക. മഹാന്മാരൊക്കെ പഠിപ്പിച്ച് തന്ന ഒരു ദിക്റാണ്. എല്ലാവരും മക്കൾക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്തു നോക്കുക. നമ്മുടെ മക്കളൊക്കെ നല്ല മക്കളായി വളരാനും അവരുടെ സ്വഭാവത്തിലായാലും അവരുടെ പെരുമാറ്റത്തിലായാലും ഒക്കെ നല്ല മാറ്റം ഉണ്ടാവാനും മക്കളുടെ ജീവിതത്തിൽ നല്ല ഉയർച്ചയിലെത്താനും ഒക്കെ സഹായിക്കുന്ന നല്ലൊരു ദിക്റാണ്. മഹാന്മാർ പഠിപ്പിച്ച് തന്ന ദിക്റാണ്. ഈ ഒരു ദിക്റ് എല്ലാവരും ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുക. നമ്മുടെ മക്കളൊക്കെ നല്ല സൽസ്വഭാവിയായ മക്കളായി വളരട്ടെ. ആമീൻ. ഈ ഒരു അറിവിന് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള നല്ല നല്ല അറിവുമായി അടുത്ത വീഡിയോയിൽ വരുന്നതാണ് ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.